ശരണം അയ്യപ്പ. അയ്യപ്പമലത്തിൻ്റെ ഒരു 2-3 വാക്കുകൾ സംസാരിച്ചു. അയ്യപ്പമലത്തിൽ എന്ന് പറഞ്ഞാൽ അയ്യപ്പനോ ബാബന് ഉള്ള ഒരു പുനർജന്മത്തിൽ വേണ്ടിയുള്ള ഒരു കലാരൂപമായിട്ട് നടത്തുന്ന മാളികപ്പുറം അയ്യപ്പൻ ബാബന് ഇനി ഒരു 3 ഐതിഹ്യങ്ങളായിട്ടുള്ള ഒരു നമ്മൾ ആചാരപ്രകാരം നടത്തുന്നതാണ്. രാവിലെ 5 മണി മുതൽ 5 മണിക്ക് ഗണപതി ഹോമം, അത് കഴിഞ്ഞ് എഴുന്നള്ളിപ്പ്, ഓട്ടം എഴുന്നള്ളിപ്പിക്കുന്ന ഉടുപ്പ് ചെണ്ടമേളത്തോടുകൂടി അയ്യപ്പൻ്റെ ബോട്ടം ഇവിടെ എഴുന്നള്ളിപ്പിക്കും. അമ്പലത്തിൽ ഒരു വാഴ കൊണ്ടുണ്ടാക്കിയ ഒരു അമ്പലത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെണ്ടമേളം ഒരു 10 മണിക്ക്. അത് കഴിഞ്ഞാൽ ഉച്ചപൂജ. അയ്യപ്പനെ മാളികപ്പുറത്തിറക്കി വാവിലുള്ള 3 പ്രതിരൂപങ്ങൾ കൂടിയുള്ള ഒരു പൂജയാണ്. ആ പൂജ കഴിഞ്ഞാൽ ഉടുക്കടിപ്പാട്ട്, അയ്യപ്പൻ്റെ മാമൻ ചൊല്ലിയുള്ള ഒരു പാട്ടാണ്. ജനനം ചെയ്തിട്ടുള്ളതാണ്. ആദ്യം പാടുന്നത് ഗുരുവന്ദനം പാടും, സരസ്വതി പാടും, ഗണപതി പാടും. അത് കഴിഞ്ഞാൽ ഉച്ചപൂജ, 11:30 ഉച്ചപൂജ, ചെണ്ടമേളം. അത് കഴിഞ്ഞാൽ അന്നദാനത്തിൻ്റെ അയ്യപ്പൻ്റെ നാമത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു അന്നദാനം കൊടുക്കും. ആ അന്നദാനം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം 4 മണിക്ക് പാലക്കൊമ്പ് എഴുന്നള്ളിക്കാനുള്ള പുറപ്പാടാണ്. 4 കോമരങ്ങൾ ചെണ്ട ഇട്ട് പാലത്തോടു കൂടി എഴുന്നള്ളിക്കാൻ. തിരിച്ച് അമ്പലത്തിന് 8:30 മണിയാകുമ്പോഴത്തേനും നമ്മൾ തിരിച്ച് അതേ അമ്പലത്തിൽ വന്ന് കോമരങ്ങളുടെ അകമ്പടിയോടുകൂടി മുന്നേറ്റാണ് വന്നത്. പിന്നെ കുരുതി തർപ്പണം, പാലക്കൊമ്പയോട് കുരുതി തർപ്പണം ഇത് നമ്മളെ ചടങ്ങായിട്ട് നടന്ന അമ്മയ്ക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതേ പാലക്കൊമ്പ് വെച്ച സ്ഥലത്ത് വെച്ച് നടത്തുന്ന ഒരു ആചാരമാണ് കുരുതി തർപ്പണം. ആ ഉത്തമത്തിലാണ് നടത്തുന്നത്. ശരിക്ക് മധ്യമത്തിലാണ് നടത്തുന്നത്. അതില്ല. അയ്യപ്പൻ്റെ നാമം ചൊല്ലിയിട്ടുള്ള ഒരു ഇതാണ്. അത് ഇവിടെ 8 മണിക്ക് എത്തിയാൽ ഇവിടെ വാളുകൊണ്ടുള്ള കളിയും നൃത്തങ്ങളോട് കൂടി ആചാരം സമർപ്പിക്കും. പിന്നെ ഉടുക്കും ചെണ്ടമേളം, തായമ്പക, ഒരു 10 മണിക്ക് തായമ്പക. പിന്നെ ആ തായമ്പക കഴിഞ്ഞാൽ 12 മണി കൂടി 1 മണി വരെ ഉടുക്കടിപ്പാട്ട്. 1 മണിക്ക് പാതിരാക്കാലം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അയ്യപ്പൻ്റെ പുലിവാലത്തിൻ്റെ ഓട്ടം വെച്ച് അയ്യപ്പൻ പുലിപ്പാലിന് പോയ ഒരു കഥയാണ്. ആ കഥ അവിടുന്ന് ഓട്ടം ചൊല്ലി പാതിരാക്കാലം എഴുന്നടിച്ച് ഇവിടെ വന്നതിന് ശേഷം പിന്നെയും 1:30 മണിയാകുമ്പോൾ ഉടുക്കടിപ്പാട്ട്, അയ്യപ്പൻ്റെ ജനനം പാടി അവസാനിച്ച് കാടിപ്പാട്ട് എന്ന് പറയും. അത് ഒളിപ്പാട്ടുണ്ടാവും. അത് ആ പാടുന്ന സമയത്ത് ആൾക്കാർ നമ്മളെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും അവരവർ കഴിയുന്ന സംഭാവനയായിട്ട് എന്തെങ്കിലും താഴത്ത് കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ തിരുവിച്ചിലാണ്. ഒരു 3-4 മണിക്ക് തിരുവിച്ചിൽ കഴിഞ്ഞാൽ അയ്യപ്പനും വാവനും പുറത്തേക്ക് വന്ന് അവരെ ഇതിൽ കഴിഞ്ഞിട്ട് ആകുമ്പോഴേക്കും കൂട്ടിയിട്ട് കളനാട്ടം കഴിഞ്ഞ് വന്നാൽ പിന്നെ അയ്യപ്പനും വാവനും എട്ടും തടവും കഴിഞ്ഞതിന് ശേഷം ഇത് അവസാനിച്ചതിന് ശേഷം കുരുതി അർപ്പണം കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ കരിമല ഒരു കല്ല് കൂടെ പറ്റുണ്ടാവും. അവിടെ നാളികേരം തോറ്റം ചൊല്ലി നാളികേരം അടിച്ചോടുകൂടി സമർപ്പണം. ഈ വിളക്ക് നടത്തുന്നത് ഞാൻ 22 കൊല്ലമായി. ഇതേ രീതിയിൽ അയ്യപ്പൻ്റെ നാമം ചൊല്ലി ചടങ്ങോടുകൂടി ഈ അയ്യപ്പന് ഉള്ളത് എന്തെന്ന് പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങളാണ് ഏറ്റവും അധികം അയ്യപ്പന് കിട്ടുന്നത്. ബാക്കിയെല്ലാതും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ്. ഈ നൃത്തം ചെയ്യുന്ന അറിഞ്ഞിട്ടാണ്. പിന്നെ ചെണ്ടമേളത്തിനോട് കൂടിയുള്ള ചാട്ടങ്ങൾ, പിന്നെ ഒരു 5 നാളികേരം എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഈ അയ്യപ്പൻ്റെതായിക്കോട്ടെ
ഭഗവതിൻ്റെ ആയിക്കോട്ടെ, അവർ അനുഭവക്കാലം നമുക്ക് ദർശനം കിട്ടി. നമ്മൾ വാളുകൊണ്ട് വെട്ടിക്കടിച്ച് രക്തം വരുത്തുന്ന ഒരു ചടങ്ങുണ്ട്. അതിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വെട്ടിക്കൊണ്ടിരിക്കും. ആ ചടങ്ങോട് കൂടിയിട്ടാണ് അത് മധ്യമത്തിൽ അയച്ച് നമുക്ക് ആ ചടങ്ങ് ചെയ്യാം. ഇതുവരെ ഞാൻ ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് 43 വർഷമായി. സ്വന്തമായിട്ട് ഞാൻ എടുത്ത് തുടങ്ങിയത് 13 വർഷമായി, 23 വർഷമായിട്ടുള്ളൂ. നമ്മളെ കുട്ടികൾക്ക് ആർക്കും ഒരു അപകടവും കൂടാതെ നമ്മളെ ഇതുവരെ നമ്മളെ ഭഗവാനും ഭഗവതി അമ്മ എന്ന് പറയാം, ഭഗവതി നമ്മളെ ഇതുവരെ ഒരു കൂപ്പലും കൂടാതെ ഒരനർത്ഥം കൂടാതെ നമ്മളെ അനുഗ്രഹിച്ച് ഇതുവരെ എത്തിയിട്ടുണ്ട്. തീ കൊണ്ട് കളിക്കുകയാണെങ്കിലും വാളുകൊണ്ട് കളിക്കുകയാണെങ്കിലും ഒരു അപകടം ഇതുവരെ സംഭവിച്ചിട്ടില്ല. തീ കൊണ്ട് ദേഹത്ത് ഫുള്ളായി പൊള്ളിക്കുന്നൊരു ചടങ്ങാണ്. ഇതിലൊട്ടാകെ പൊള്ളിക്കുന്നത്. അത് ഒരു തിരിയാണ്, 21 തിരി ഒരു മുളം ഇതിൽ കെട്ടിയിട്ട് അതിനെ കൊണ്ടാണ് നമ്മൾ കത്തിച്ചിട്ട് നമ്മളെ ശരീരത്തിൽ വെക്കുന്നത്. ഇതുവരെ എനിക്ക് ചെയ്തിട്ട് ഇതുവരെ എനിക്കൊരു അപകടം ഇതുവരെ സംഭവിച്ചിട്ടില്ല. സംഭവിക്കാതിരിക്കട്ടെ. സ്വാമി ശരണമല്ല.